രാജ്യത്ത് തന്നെ ആകെ ശക്തിയുള്ള കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ നോക്കുകയും ബാക്കിയുള്ളയിടത്തെല്ലാം കോൺഗ്രസിൻ്റെ കാലുപിടിച്ച് കരയുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. എന്നാൽ കൂടെ കൂട്ടിയത് കൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ CPM ബന്ധം ഒഴിവാക്കുകയാണ്. CPMനെ കൂടെ കൂട്ടി മത്സരിക്കുന്നത് കൊണ്ട് നഷ്ടം മാത്രമേ കോൺഗ്രസിനുള്ളൂ. കോൺഗ്രസിൻ്റെ പഴയ യുവനേതാവായിരുന്ന മമതാ ബാനർജി അവിടെ പുതിയ പാർട്ടി രൂപീകരിച്ചുവെങ്കിലും അവർക്കിപ്പോഴും കോൺഗ്രസ് എന്ന മാതൃസംഘടനയെ വലിയ സ്നേഹമാണ്. പക്ഷെ ഒറ്റ ദേഷ്യമേ അവർക്കുള്ളൂ. തൻ്റെ ആജീവനാന്ത ശത്രുവായ CPMനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് മാത്രമാണ്. ഇതെല്ലാം കൊണ്ട് കോൺഗ്രസ് വ്യക്തമായൊരു തീരുമാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിക്കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ നേരിടും. CPM കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഒരു സീറ്റും ജയിക്കാറുമില്ല. അവിടെ ഇടതു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നും മറ്റ് സാധ്യതകളാണ് ഇപ്പോൾ നോക്കുന്നതെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. CPM തകർന്നു തരിപ്പണമായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവർ ഭരണത്തിലുണ്ടായിരുന്ന 34 വർഷങ്ങൾ കോൺഗ്രസുകാരെ കൊന്നുതള്ളിയ ചരിത്രം മാത്രമാണ് അവിടെ ഉള്ളത്. അത്രയ്ക്കും ക്രൂരമായിരുന്നു അവരുടെ ഭരണം. അതിനുശേഷം ഒരു ഗതിയും പരഗതിയും ഇല്ലാതായിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ കാലു പിടിച്ചത് മൂലമാണ് AICC തന്നെ CPMനെ ഒപ്പം കൂട്ടാൻ അനുമതി നൽകിയത്. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അവിടെ പതിറ്റാണ്ടുകളായി സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നതിനാൽ പശ്ചിമ ബംഗാൾ കോൺഗ്രസ് പാർട്ടി ദുർബലമായി എന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുമാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആഗ്രഹം. ആ ആഗ്രഹമുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നു. CPM മത്സരിക്കുന്ന മേഖലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊഴിഞ്ഞുപോയി എന്ന നഷ്ടം മാത്രമാണ് ഈ സഖ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. തൃണമൂൽ കോൺഗ്രസും BJPയും ഇതിനകം തന്നെ സംസ്ഥാനത്ത് പ്രചരണ പരിപാടികൾ ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞു. BJP നല്ല ശക്തിയായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അത് പഴയ CPMകാരാണ് ഇപ്പോഴത്തെ BJPക്കാർ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാ വൈരാഗ്യവും മാറ്റിവെച്ച് വിട്ടുവീഴ്ച ചെയ്ത് പഴയ നേതാവ് കൂടിയായ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരുന്നത് തന്നെയാണ് കോൺഗ്രസിന് ഏതായാലും നല്ലത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ കോൺഗ്രസ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് സഖ്യം ആയിരുന്നു മത്സരിച്ചത്. വളരെ മോശം പ്രകടനമാണ് അവർ കാഴ്ചവെച്ചതും. CPMകാർ എല്ലാം BJP ആവുകയും ഇനി ഇങ്ങനെ ആയാൽ സഖ്യത്തിൽ പാർട്ടിക്ക് വളരാൻ കഴിയില്ലെന്നും ദീർഘകാലമായി കോൺഗ്രസ് മത്സരിക്കാത്ത മേഖലകളിൽ കോൺഗ്രസ് തകരുമെന്നും ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തുടനീളം പാർട്ടി അടിത്തറ കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത്. BK ഹരിപ്രസാദാണ് പശ്ചിമ ബംഗാളിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് മമതാ ബാനർജിയുമായി നല്ല ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് ഹരിപ്രസാദ്. ഇനിയുള്ള നീക്കം അതുകൊണ്ട് തന്നെ കണ്ടറിയണം. ഏതായാലും CPMനെ ഒഴിവാക്കി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.